രാവിലത്തെ പണികൾ ഏകദേശം ഒന്ന് ഒതുങ്ങുമ്പോഴത്തേനും മുറ്റത്ത് വെയിൽ വന്ന് തുടങ്ങും. പിന്നെ കുറേ ദിവസങ്ങളിലായിട്ട് രാവിലെ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന്റെ ബാക്കിയെന്നോണം കുറച്ച് ഭാഗങ്ങളൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ കൂടെ ഇടാമെന്ന്. അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. വീട്ടിലെ ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് പേരൊക്കെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ഉണ്ട് എന്ന് മനസ്സിലായി കമന്റിലൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഇതോടെ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച്. ആദ്യത്തെ കുഞ്ഞു ഭാഗം കണ്ടപ്പോൾ ഓൾറെഡി കണ്ടതുപോലെ തോന്നുന്നുണ്ടോ? തോന്നുന്നതിൽ തെറ്റില്ല കേട്ടോ. കാരണം ആദ്യത്തെ ഈ ഒരു 10-20 സെക്കൻഡിനകത്തുള്ളത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നതാണ്. അതോട് ഉൾപ്പെടുത്തിയാലാണ് ഇന്നത്തെ ഈ വീഡിയോ പൂർണ്ണമാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ആ കുഞ്ഞു ഭാഗങ്ങൾ വീണ്ടും ഇടേണ്ടി വന്നത്. കാരണം കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തേങ്ങ വെട്ടിപ്പൊളിച്ച് ആ ഫസ്റ്റ് ഡേന്റെ കാണിച്ചിരുന്നല്ലോ. അത് കഴിഞ്ഞുള്ള കുറേ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് അമ്മ രാവിലത്തെ പണികളെല്ലാം ഏകദേശം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ മുറ്റത്ത് ഈ തേങ്ങ ഉണങ്ങാനിടും. അത് നമ്മൾ എന്തായാലും 10 ദിവസമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഈ തേങ്ങ ആവശ്യത്തിന് ഉണങ്ങി കിട്ടിയത്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു കാലാവസ്ഥ അങ്ങനെയായിരുന്നു, ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് വെയിലൊക്കെ ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു അമ്മ. പിന്നെ ഇപ്പം ഈ കാണുന്നത് നമ്മൾ എണ്ണ ആട്ടാനായിട്ട് കൊണ്ടുപോകുന്നതിന്റെ ദിവസം രാവിലെ എടുത്തതാണ് കേട്ടോ. ആവശ്യത്തിന് ഉണങ്ങി വന്നിരുന്നു. ആട്ടുന്നതിന് മുമ്പേ തന്നെ നല്ല വെയിൽ കൊള്ളണത്രേ, അങ്ങനെയാണ് അമ്മ പറയുന്നത്. അപ്പൊ നന്നായിട്ട് ആ ദിവസം ഫുള്ള് വെയിലൊക്കെ കൊള്ളിച്ചിട്ടാണ് കേട്ടോ ആട്ടാനായിട്ട് പോയത്. ഇത് ആ ദിവസം തന്നെ വൈകുന്നേരമാണ്. ആട്ടിയ തേങ്ങയല്ലല്ലോ, ആട്ടാനുള്ള തേങ്ങനെ ചാക്കിനകത്തൊക്കെ കെട്ടി എണ്ണയാക്കാനായിട്ട് നമ്മളുടെ അലുമിനിയം കുടം ഉണ്ടല്ലോ, നമ്മളിവിടെ തോണ്ടിന്നാണ് കേട്ടോ വിളിക്കാറുള്ളത്, വെള്ളം നിറയ്ക്കുന്ന സംഭവം. അതൊക്കെ ആയിട്ടാണ് കേട്ടോ അമ്മ പോകുന്നത്. അമ്മമ്മ ഒറ്റയ്ക്കല്ല, അമ്മമ്മയുടെ കൂട്ടത്തിൽ ഇവിടെ വീട്ടിൽ ചെന്ന് അമ്മ ഒന്നതാ നമ്മുടെ ഈ മുൻവശത്തു നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അമ്മമ്മയുടെ കൂട്ടത്തിൽ അമ്മമ്മയുടെ പേരമക്കളും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പതാ ഓട്ടോയിലൊക്കെ പോണ സമയത്ത് പറയാനുണ്ടോ, അമ്മമ്മയുടെ കൂട്ടത്തിൽ മക്കളും കയറിയുണ്ട്. പിന്നെ ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ, അമ്മ ഓട്ടോയ്ക്കകത്ത് കയറിപ്പോയത് ചെരുപ്പിടാതെയാണ്. ഞങ്ങളും ശ്രദ്ധിച്ചില്ല കേട്ടോ. അമ്മ ആ തത്രപ്പാടിൽ അങ്ങനെയും കയറിപ്പോയി. പിന്നെ തിരിച്ചു വരുമ്പോഴാണ് അമ്മ അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ ആ കാര്യം മനസ്സിലാക്കിയത്. തിരിച്ചു വരുമ്പോൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് എണ്ണ മാത്രല്ല കേട്ടോ, മക്കളെ കൊണ്ടുപോയാലും പിന്നെ വെറും കൈയോടെ വരാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല, അവര് സമ്മതിക്കില്ലല്ലോ എന്ന് വേണം പറയാൻ. അവർക്കായിട്ട് ഒരു ലോഡ് സാധനങ്ങളും വാങ്ങിച്ചിട്ടാണ് അവരെത്തിയത്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഉണങ്ങാനിടല്, ഇടയ്ക്ക് മഴ വരല്, വാരി വെക്കല്, വീണ്ടും വിരിക്കല്, അങ്ങനെയൊക്കെ ആയിട്ട് എന്തോരം പണിയായിരുന്നു. ആ കഷ്ടപ്പെട്ട പണിയുടെ ഫലമാണ് ഈ ഒരു കുഞ്ഞു തോണ്ടിക്കകത്തിരിക്കണത്. അത് ഫുള്ളായിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ വെളിച്ചെണ്ണന്റെ വിലയ്ക്ക് കിട്ടിയത് തന്നെ ലാഭമല്ലേ. നമ്മൾ കൂടുതലും ഈ മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ ഡയറക്റ്റ് വാങ്ങിക്കലൊക്കെ വളരെ കുറവാണ്, കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന്റെ ഗുണത്തിനേക്കാൾ മണം ഉള്ളത് കൊണ്ട് തന്നെ, ഗുണമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അത്രയും മണം വരുന്നത് അല്ലേ. എന്തായാലും സംഭവം മനസ്സിലായല്ലോ. അത് നമ്മൾ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് കിട്ടാറില്ലല്ലോ. അപ്പോൾ പിന്നെ വീട്ടിലെത്തിയതും തന്നെ അമ്മ അതിനെ ഒരു അലുമിനിയം ചട്ടിയിലേക്കാണ് കേട്ടോ ഒഴിച്ചു വെച്ചത്. കാരണം ഇനി വരും ദിവസങ്ങളിലൊക്കെ വെയിൽ കൊള്ളിക്കണമല്ലോ. ഇപ്പം ഇങ്ങനെ കലങ്ങിയാണല്ലോ ഇരിക്കുന്നത്. കലങ്ങി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, കളറായിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ വെയിൽ കൊണ്ട് വേണമല്ലോ അത് തെളിഞ്ഞ് നമ്മളുടെ ആ വെളിച്ചെണ്ണയുടെ രൂപത്തിലേക്ക് എത്താൻ. വെയിൽ കൊള്ളണ സമയത്ത് ഡയറക്റ്റ് തുറന്നു വെച്ചാൽ നമ്മുടെ അവിടെ നായയുടെ ശല്യം ഉണ്ട്. മാത്രമല്ല അകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെ തുറുമ്പൊക്കെ കയറി പോവുമല്ലോ. അതുകൊണ്ട് അമ്മ എപ്പോഴും ചെയ്യാറുള്ളത് ആട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു തുണി എടുത്തിട്ട് ഇങ്ങനെ കെട്ടലാണ്. ഇതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ആയിരിക്കില്ലേ ചെയ്യുണ്ടാവുക. എന്തായാലും ഇവിടെ അമ്മ ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞുള്ള 2-3 ദിവസങ്ങളിൽ രാവിലെ വെയിൽ വന്നു തുടങ്ങിയാൽ തേങ്ങയ്ക്ക് പകരം എണ്ണയാക്കി വെച്ചിരുന്ന ചട്ടിയായി പുറത്ത് വെയിലെടുത്ത് വെക്കല്. ഇത് ആട്ടിയിട്ട് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. നമ്മൾ തലേന്ന് ആട്ടിയിട്ട് വന്ന ആ തോണ്ടിക്കകത്ത് അടിയിൽ കുറച്ചുകൂടെ ഇങ്ങനെ കക്കയും എണ്ണയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ഏകദേശം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് രാവിലെ ആകുമ്പോഴത്തേനും. അപ്പം അമ്മ അതോടെ ഈ ചട്ടിക്കകത്ത് ഒഴിക്കാന്ന് പറഞ്ഞിട്ട് തലേന്ന് കെട്ടിവെച്ച ആ തുണിനെ അഴിച്ചിട്ട് ആ തെളിഞ്ഞ ഭാഗം മാത്രമായിട്ട് ഒഴിച്ചെടുക്കുകയാണ്. എന്നിട്ടുണ്ടല്ലോ ആ ബാക്കി കക്ക ഉണ്ടായിരുന്നില്ലേ, അതിനെ ഒരു പാത്രത്തിലോട്ടല്ല ഒരു തുണിയിലോട്ട് മാറ്റിയിട്ട് അതിലുള്ള എണ്ണനെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും ചെയ്യണതായിരിക്കും അല്ലേ. എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് അപ്പൊ ആ പ്രോസസ് ഒക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്തിട്ട്, അതായത് പിഴിയാൻ പറ്റുന്നത്രയും പിഴിഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളതിനെ ആ കിഴി പോലെ കെട്ടിയിട്ട് ആ പാത്രത്തിലോട്ട് തന്നെ ഇങ്ങനെ കെട്ടി വെച്ചിരുന്നു കേട്ടോ. നമ്മൾ പിഴിഞ്ഞെടുത്തതിലും പിന്നെയും എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒറ്റ താഴോട്ട് വീണോട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇത്രയും എണ്ണയാണ് നമുക്ക് ആ കക്കയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കക്ക എടുത്തതിന്റെ ഈ ഒരു ഭാഗം അത് കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ അത് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയണേ. പിന്നെ ഇപ്പം ഈ കാണുന്നത് ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിരുന്നു. നമുക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, 2 മില്യൺ എബോവ് വ്യൂസ് ആയ ഷോർട്സ് ആയിരുന്നു. അമ്മ ഞങ്ങൾക്കായിട്ട് എണ്ണ ആക്കി തരണതാണ് കേട്ടോ. ഇപ്പം ഈ കാണുന്ന ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുന്ന ദിവസം സത്യത്തിൽ അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് എണ്ണ ആട്ടിയത് തന്നെ നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അമ്മ അവിടെ വെച്ചിരിക്കുന്നത് വളരെ കുറച്ച് എണ്ണ മാത്രം, കണ്ടില്ലേ ഇത്രയും വെച്ചിട്ടുള്ളൂ. ബാക്കി അതിനകത്ത് ഉണ്ടായിരുന്നതിൽ 3/4 ഭാഗവും എനിക്കായിട്ട് തന്നെയാണ് കേട്ടോ തന്നുവിട്ടത്. 2 ദിവസമല്ലേ ആയുള്ളൂ, എണ്ണ ഇനിയും തെളിഞ്ഞു വരാനുണ്ട്. ഇവിടെ എത്തിയതും വെയിൽ കൊളിക്കണം എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് തന്നുവിട്ടത്. അപ്പം ഇതോട് കൂടിയിട്ട് ആ ഒരു പ്രോസസ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണേ. വീണ്ടും കാണും വരേക്കും ബൈ.